പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് 2 കോടിയുടെ ആനക്കൊമ്പുകൾ മോഷണം പോയത് ഞെട്ടിക്കുന്ന വാർത്തയായിട്ടു. അതാരാ കൊണ്ടുപോയത് എന്നുള്ളതായിരുന്നു സംശയം. ആളുകൾ വിചാരിച്ചു പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് മോഷ്ടിച്ചിട്ടു. അത് മിലിറ്ററി ക്യാമ്പിൽ ഓഫീസേഴ്സ് ക്ലബിൽ ഇരിക്കുന്ന 2 ആനക്കൊമ്പുകൾ ഏകദേശം 2 കോടി രൂപ കണ്ട് വില വരുമത്രേ. 2 ദിവസമായിട്ടും ഒരു തുമ്പും പോലീസിന് കിട്ടിയിട്ടില്ല. ആനക്കൊമ്പ് സൂക്ഷിച്ച ഓഫീസേഴ്സ് ക്ലബിൽ CCTV ഇല്ലാത്തതാണ് തിരിച്ചടിയായത്. സംശയമുള്ളവരുടെ വിരലടയാള പരിശോധനാ ഫലം കാക്കുകയാണ് പോലീസ്. ക്യാമ്പിലെ സുരക്ഷയെക്കുറിച്ച് അറിയാവുന്നവരാണ് പ്രതികൾ എന്നുള്ളതാണ് നിഗമനം. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, അവിടെ സൈനിക ക്യാമ്പിലൊക്കെ ഈ ഓഫീസേഴ്സിന്റെ ക്ലബിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന തോക്കും വെടിയുണ്ടൊക്കെ അവിടെ തന്നെ കാണുമായിരിക്കുമല്ലോ അല്ലേ? എന്തായാലും ആനക്കൊമ്പ് അടിച്ചുകൊണ്ടുപോയി. അതും ക്യാമ്പിൽ ഇത്രയും സുരക്ഷാ വലയങ്ങൾക്കുള്ളിലിരിക്കുന്ന സംസ്ഥാന സർക്കാർ എല്ലാവിധ സുരക്ഷയുമുണ്ടെന്ന് വിശ്വസിച്ച് സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ആനക്കൊമ്പുകളാണ് ഇപ്പോൾ മോഷണം പോയിരിക്കുന്നത്. ഇത് ആരടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ നേരത്തെ ഈ ലൂവ്ർ മ്യൂസിയത്തിലൊക്കെ നടന്ന കവർച്ചയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ വലിയ സുരക്ഷയുള്ള സ്ഥലമല്ലേ ഈ പറയുന്ന പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്. അതുവഴിയൊക്കെ നടന്നു വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയാണ് അതിനുള്ളിലോട്ട് കയറാൻ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് മോഷണം നടത്തിയിട്ട് ഇതുവരെയും പോലീസിന് ആളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഈ ഉദ്യോഗസ്ഥന്മാര്, സൈനിക ഉദ്യോഗസ്ഥര് ഉള്ളിലൊരു പരിശോധന നടത്തുന്നുണ്ടോ? ക്യാമ്പിൽ തന്നെ കള്ളനുണ്ടോ എന്നൊരു സംശയമുണ്ടോ? അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ അതീവ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുറത്തോട് പോയി മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്താൻ പോലും കഴിയില്ല. കാരണം അത്രത്തോളം അവർ ജാഗ്രതയോടുകൂടിയാണ് അതിന് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ സംഭവം നടക്കുന്ന DJ പാർട്ടി നടന്ന ദിവസം എന്ന് പറയുന്നത് ആ ക്യാമ്പിൽ എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ 400ഓളം പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് പുറത്തുനിന്ന് 100ഓളം പേർ അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെയായി തന്നെ ഈ സൈനികരുടെ കുടുംബാംഗങ്ങളുമൊക്കെയായി തന്നെ ഉണ്ടായിരുന്നു. അതുകൂടാതെ റെജിമെന്റിൽ തന്നെയുള്ള മറ്റ് 300ഓളം പേരുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയധികം സൈനികരും സൈനികരുടെ കുടുംബവുമുള്ള സ്ഥലമായിരുന്നു. അല്ലെങ്കിൽ അന്നത്തെ ദിവസം അത് അങ്ങനെയായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഓഫീസേഴ്സ് ക്ലബിൽ എല്ലാവരും കാണുകയിരുന്ന ആനക്കൊമ്പുകളാണ് കാണാതെ പോയതെന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ അത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു അറിവ് കിട്ടിയിട്ടില്ല. സംശയമുള്ള ചില ആളുകളുണ്ട്. അതായത് ഈ സൈനിക ക്യാമ്പിൽ തന്നെ ജോലി ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവരുടെ മൊഴിയൊക്കെ തന്നെ ഇതിനോടകം രേഖപ്പെടുത്തി അവരുടെ വിരലടയാളം ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഓഫീസേഴ്സ് ക്ലബിൽ ഈ ആനക്കൊമ്പ് ഇരുന്നതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ചില ഫർണിച്ചറുകളുണ്ട്. ആ ഫർണിച്ചറുകളിൽ ഉണ്ടായിരുന്ന ചില വിരലടയാളങ്ങൾ കൂടി ശേഖരിച്ചുകൊണ്ട് ഇവ മാച്ച് ആകുമോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പോലീസ് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ഈ ലോക്കൽ പോലീസ് ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള സഹകരണം സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ മിലിറ്ററി പോലീസ് ഇത് അന്വേഷിക്കുന്നുണ്ട്. ഈ അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട സാങ്കേതികമായ നടപടിക്രമങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ എപ്പോഴും ക്യാമ്പിലേക്ക് വരേണ്ടതില്ല എന്നുള്ളതാണ് ഈ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് പോലീസിന് ലഭിക്കുന്ന മറുപടി. അതുകൊണ്ട് ഈ വീണ്ടും മൊഴിയെടുക്കുക, ചോദ്യം ചെയ്യുക തുടങ്ങിയ നടപടികളുമൊക്കെയായി ലോക്കൽ പോലീസിന് പോകുന്നതിൽ ചില പരിമിതികളുണ്ട് എന്നുള്ളത് കൂടി ഒരു വലിയ പ്രശ്നമാണ്. താങ്ക് യു ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും ഇത്രയും അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് ആനക്കൊമ്പെടുത്തുകൊണ്ട് പോകുന്നവൻ്റെ ധൈര്യമേ അപാര ധൈര്യമായിരിക്കും. അവിടെ CCTV ഇല്ല എന്നറിയാവുന്ന ആരോ ആണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്യാമ്പിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യതയുണ്ടോ, ക്യാമ്പിനുള്ളിലാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംശയം. ഇത് ആര് എവിടെ അന്വേഷിക്കും? ചെറുതല്ല, 2 കോടി രൂപയോളം വില വരുന്ന ആനക്കൊമ്പുകളാണ് പോയതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് എടുത്തുകൊണ്ട് പോയി പോക്കറ്റിട്ടുകൊണ്ട് പോകാൻ പറ്റുന്നില്ലല്ലോ. ഇത്രയും വലിയ സാധനം പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ കാണൂലേ? ഇതെങ്ങനെ എടുത്തുകൊണ്ട് പോയി ഈ തോക്കിൻ്റെയും പീരങ്കിയുടെയൊക്കെ ഇടയിൽ കൂടെ? ആർക്കറിയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന സംഭവ വികാസങ്ങൾ ഒന്ന് നോക്കി വരാം. ഇതുവരെ കണ്ടതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.